ചെയ്യുമ്പോൾ അത് റിസ്ക് ആണ് കേട്ടോ. ഇപ്പൊ അതിന് വർക്കൗട്ട് ആയില്ലെങ്കിൽ വൻ പരിപാടി പോകും. കാരണം ഒരാൾ നമ്മുടെ കൂടെ നിൽക്കില്ല. കാരണം നമ്മൾ ആ സമയത്ത് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ ആരും സപ്പോർട്ട് ഈവൻ ആസിഫ് ഒബീഷേട്ടനോ ജാഫർക്ക് ചെയ്യാൻ ദിവസം വരാൻ തയ്യാറായി, ചെയ്യാൻ തയ്യാറായി. ആദ്യം എഴുതിയപ്പോ ആ കഥാപാത്രത്തിന്റെ പ്രായം വളരെ ചെറുതായിരുന്നു. ഇങ്ങനെ അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലോട്ട്, ഇതല്ലായിരുന്നു. ഞാൻ ആദ്യം എഴുതി അങ്ങനെയല്ല. അപ്പോൾ നസലിനെയാണ് വിളിച്ചത്. അവിടെ വേറെ ഒരാളുടെ ശബ്ദം നമ്മൾ കേൾക്കില്ല. അതിന് രോഷർ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളോ ഒന്നും പുള്ളി ഒരു പാവ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സെറ്റിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും, അച്ചടക്കം ഉണ്ടാവും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തവരെ ഇപ്പൊ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. സിബി സാറിന്റെയും കമൽ സാറിനും എല്ലാവർക്കും അവരവരുടേതായ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ വ്യക്തമായിട്ട് സെറ്റിൽ റിഫ്ലക്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ ആ പ്രോസസ് ആസ്വദിക്കണം. ആ പ്രോസസ് അതിനപ്പുറത്തേക്ക് ആസ്വാദനം സെറ്റിൽ പോകാൻ പാടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു രീതിയിലുള്ള ആസ്വാദനം സിനിമ ആയിരിക്കണം നമ്മുടെ ലഹരി. ആ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും ആ സിനിമ എന്നുള്ള ലഹരിക്ക് വേണ്ടി വർക്ക് ചെയ്യാം. അതിനുള്ളിൽ വേറെ ലഹരികൾ ഈ ഡയലോഗ്സിന്റെ പറഞ്ഞപ്പോഴാണ് ഇതിനു മുൻപുള്ള സിനിമകളുടെ ഒക്കെ തിരക്കഥ ചെയ്തിട്ടുള്ള ജിസ്റ്റേട്ടൻ തന്നെയാണ്. ഈ തലവൻ എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേയിലല്ല, പക്ഷെ ഡയലോഗ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെ തെരഞ്ഞെടുത്തതാണോ അതോ അല്ല? ഓൾറെഡി ആ രണ്ടുപേരുടെ കയ്യില് വ്യക്തമായ തിരക്കഥ ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പൊ അതെനിക്ക് എന്നെ സംബന്ധിച്ചുള്ള അതൊരു ഓർഡറിലാക്കേണ്ട ജോലിയാണ്. ഷഫിൾ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ട് നമ്മൾ ഡയലോഗ് എഴുതി വരുമ്പോൾ നമുക്ക് തോന്നുന്ന കുറെ സീനുകൾ ഉണ്ടാവും. ഇതും കൂടെ വന്നാൽ നല്ലതായിരിക്കും. അത് തിരക്കഥയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ അങ്ങനെ എഴുതി ഒരുപാട് സീൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതിലെ ലോഡ്ജിൽ റെയ്ഡ് വരുന്ന സീൻ, ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിലുള്ള അങ്ങനെ സീൻസ് തിരക്കഥയിലില്ലായിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അങ്ങനത്തെ ഒത്തിരി സീനുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡയലോഗ് എഴുതി വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഇങ്ങനെ ഒരു സീനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ കാരണം നമ്മളൊരു 2-3 മാസം ഒരു തിരക്കഥയിൽ മാത്രം ജീവിക്കുകയാണല്ലോ. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല. നമ്മുടെ കഥാപാത്രങ്ങൾ, ആസിഫ് ചെയ്യുന്ന കഥാപാത്രം അല്ലെങ്കിൽ ബിജുചേട്ടൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരും ആ സിനിമയും അതിലെ കഥാപാത്രങ്ങളും ആ പ്രദേശവും മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. ഈ പ്രദേശം എന്ന് പറയാൻ കാരണം നമ്മൾ വീട്ടിലിരുന്ന് സിനിമ എഴുതുന്ന സമയത്ത് ഈ പ്രദേശം നമ്മുടെ മനസ്സിലില്ല, സങ്കല്പത്തിലേ ഉള്ളൂ. നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണണം ആ ജോഗ്രഫി. ഇങ്ങനെയാണ് ഒരു വീട്, ആ വീടിന്റെ എൻട്രി ഇവിടെയാണ്, അതിന്റെ പോലെ അപ്പൊ ഈ സീന്റെ കൊറിയോഗ്രാഫി ഇങ്ങനെ എഴുതാം. മറ്റേ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് അത് എഴുതാൻ പറ്റില്ലല്ലോ, സങ്കല്പിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഈ ലൊക്കേഷൻ ഇരുന്ന് എഴുതുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും പറയാണ്, ഇതിനങ്ങനെ ചില മെച്ചങ്ങളുണ്ട്. അന്വേഷണത്തിന്റെ പടമായതുകൊണ്ട് അന്വേഷണം കൊണ്ട് ഇങ്ങനെ ബ്ലൂമപ്പ് ചെയ്ത് ചില കാര്യം അൺവീൽ ചെയ്ത് വരേണ്ട ഒരു സിനിമയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായം സെക്കൻഡ് ഹാഫിനാണ് കിട്ടിയത്. സെക്കൻഡ് ഹാഫ് എല്ലാവരും ഒരേപോലെ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും മൊബൈൽ നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. നേരെ കാരണം ഒന്ന് കഴിഞ്ഞ് മാറ്റർ മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അതിനകത്തുള്ളൊരു സംഭവമാണ് ഈ സിംഗിൾ തലയാണ് അത്രയും സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണിച്ചു ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അത് ഷൂട്ട് തുടങ്ങിയതിന് ശേഷം ഉണ്ടായ കഥാപാത്രമാണ്. അത് ഇതുപോലെ കറക്റ്റ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എഴുതി വരുമ്പോ തോന്നിയതാണ്. അവിടെ അങ്ങനെ എഴുതി നമുക്ക് തന്നെ തോന്നുന്നുണ്ട് ഇതിനെ മുറുകി ഇങ്ങനെ പോവാണ്. ഒന്ന് ലൈറ്റായിട്ട് ചെറുതായിട്ട് ലൂസ് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് ടൈറ്റൻ ചെയ്യാൻ പോകും. അത് റിസ്ക് ആണ് കേട്ടോ. ഇപ്പൊ വർക്കൗട്ട് ആയില്ലെങ്കിൽ വൻ പരിപാടി പോകും. കാരണം ഒരാൾ നമ്മുടെ കൂടെ നിൽക്കില്ല. കാരണം നമ്മൾ ആ സമയത്ത് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ ആരും സപ്പോർട്ട് ഈവൻ ആസിഫ് ഒബീഷേട്ടനോ ആരും പേഴ്സണലി അവരെ ഉദാഹരണമല്ല ഒരാളും പ്രൊഡ്യൂസർ സൈഡിൽ നിന്നും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജാഫർ അല്ല ഉറപ്പായിട്ടും ചില ആൾക്കാർ അത് ഇപ്പൊ ജാഫർ ചെയ്യാൻ റെഡി ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ കഥാപാത്രം വേണം നോക്കും, ഈ പരിപാടി വേണം നോക്കും. ജാഫർക്ക് ചെയ്യാൻ ദിവസം വരാൻ തയ്യാറായി, ചെയ്യാൻ തയ്യാറായി. ആദ്യം എഴുതിയപ്പോ ആ കഥാപാത്രത്തിന്റെ പ്രായം വളരെ ചെറുതായിരുന്നു. ഇങ്ങനെ അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലോട്ട്, ഇതല്ലായിരുന്നു. ഞാൻ ആദ്യം എഴുതി അങ്ങനെയല്ല. അപ്പോ നസലിനെയാണ് വിളിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ പ്രേമലു ഷൂട്ട് നടക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞ പ്രേമലു നടക്കുന്ന പറഞ്ഞ് ഉറപ്പായിട്ട് നമ്മൾ വിളിക്കില്ല. കാരണം അദ്ദേഹം അതിന്റെ ഹീറോ ആയിട്ട് ചെയ്തോണ്ട് അപ്പൊ ഒരു ക്യാമിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ പാവം അത് അപ്പൊ തന്നെ പറഞ്ഞു ചെയ്യാം, നമ്മുടെ സിനിമയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഡേറ്റ്, ഞങ്ങൾ വിളിച്ചോളാട്ടോ എന്ന് പറഞ്ഞു. അവൻ വളരെ എന്താ പറയാ, എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ. കാരണം ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്യാത്തൊരു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ എനിക്ക് നല്ല പരിചയം നസലുമായിട്ട്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിളിച്ചപ്പോ തന്നെ ചേട്ടാ വന്ന് ചെയ്യാം എന്ന് പറയാനുള്ളൊരു സന്മനസ്സുണ്ടല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ
പിന്നെ അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തെ വേറെ ചില കാര്യങ്ങളൊക്കെ കൂടെ ഉപകരിക്കാൻ പറ്റും. അപ്പോ ഒരല്പം കൂടെ പ്രായം കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വരവിന് തന്നെ വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി ടോട്ടലി ആദ്യം എഴുതി വെച്ച നസ്ലിന്റെ ചാപ്റ്റർ അങ്ങനെയും മാറ്റിയിട്ട് പുതിയതായിട്ട് എഴുതി പിടിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ തലവന്റെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അതിൽ നിന്ന് മാറി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോ ജിസ്റ്റോ എന്ന് പറയുന്ന സംവിധായകൻ വ്യക്തിയെ നമുക്ക് കൂടുതൽ അറിയുന്നത് സിനിമകളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയാണ്. ഇന്റർവ്യൂവിൽ വളരെ രസകരമായിട്ട് ഇതേപോലെ സംസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, പ്ലാൻഡ് ആയിട്ടുള്ള, എനിക്ക് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ കണ്ടതിനകത്ത് തോന്നിയത് ആസിഫിക്കൊക്കെ ഒരു പരിപാടിക്ക് വിടണം, അതിന് വേണ്ടിയിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ സമയത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ടും അത്രയും പങ്ക്ച്വലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ട്. അപ്പോൾ ഇത് ലൈക്ക് ഇത് എങ്ങനെയാണ് ഇത് ഇവോൾവ് ആയി വന്നത്? കാരണം ഒരു സിനിമ, ഇപ്പൊ കിരീടം എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് വേറൊരു ഇന്റർവ്യൂവിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വേണം, കാരണം ഇത് ഇങ്ങനെ എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? രണ്ടാമത് എൻ്റെ കൂടെ തന്നെ ചോദിക്കാനുള്ളത്, അപ്പോൾ നമ്മൾ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് സിനിമ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഒരുപാട് നമ്മുടെ സ്വഭാവമായിരിക്കില്ല, പല ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയായിരിക്കും ഒരു പാറ്റേണിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാനുള്ള അതിനെടുക്കുന്ന എഫേർട്സ് ഒക്കെ എങ്ങനെയാണ്? രണ്ട് ചോദ്യമാണ്. ഇപ്പൊ ഈ ആസിഫിനെ എല്ലാ നടന്മാരെയും നമ്മളിപ്പോ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇവർക്ക് നേരത്തെ ഉള്ള ചില അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവും. അത് നമ്മളോട് 10 ദിവസം മുമ്പ് പറയുകയും ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി ഇങ്ങനെ എന്താ പറയാ, രാവിലെ തുടങ്ങി കുറച്ച് അറിയാലോ, മറ്റുള്ള ഇൻഡസ്ട്രികളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. നമ്മളിവിടെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി 9:30 മണി വരെയാണ് ഡെയിലി ഷൂട്ട് എന്ന് പറയുന്നത്. അതൊരു പതിവാണ്. ചെന്നൈയിലും തമിഴ്നാട്ടിലൊക്കെ 6:30 വരെ ഉള്ളൂ. 6:30 ഒരു കോൾ ഷീറ്റ് കഴിയും. മനസ്സിലായോ? പക്ഷെ നമ്മുടെ കുറച്ചും കൂടെ നമ്മൾ കാര്യമായിട്ട് വർക്ക് ചെയ്യണം. കാരണം നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. അങ്ങനെ വർക്ക് ചെയ്താലേ നമ്മുടെ പടങ്ങൾക്ക് ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എല്ലാ നടന്മാരും അല്ലെങ്കിൽ വരുന്നവരും നമ്മൾ പറയും ഇന്ന ദിവസം ഒന്ന് നേരത്തെ വിട്ടേക്കണം, ഇന്ന കാര്യമുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ തീർത്ത് വിട്ടേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ എൻ്റെ സിനിമയുടെ പ്രൊമോഷൻ ഉറപ്പായിട്ടും ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യണമല്ലോ. അപ്പൊ ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ സിനിമ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇപ്പോൾ ആസിഫ് വേറൊരു പടത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ആസിഫിനെ ഈ ഓൾ കേരള തിയേറ്ററുകളിലേക്ക് ബിജുചേട്ടൻ ഒരു ദിവസത്തിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ഒന്നും വരാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വേറൊരു ഡയറക്ടറെ വിട്ടു തന്നിട്ട് വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മളും കാണിക്കണം. അതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. പിന്നെ മറ്റേ രണ്ടാമത്തെ കാര്യം, എല്ലാവരും കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളത് എപ്പോഴും ഒരു ഡയറക്ടറുടെ റിഫ്ലക്ഷൻ ആണ് അയാളുടെ സെറ്റിൽ ഉണ്ടാവുക. ഇപ്പോൾ ജോഷ് സാറിന്റെ സെറ്റിൽ പോയാൽ, ഞാൻ ജോഷ് സാറിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, നസ്രാണിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കറിയാം ജോഷ് സാറിന് അവിടെ വേറെ ഒരാളുടെ ശബ്ദം നമ്മൾ കേൾക്കില്ല. അതിന് ജോഷ് സാർ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളോ ഒന്നുമല്ല. പുള്ളി ഒരു പാവ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സെറ്റിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും, അച്ചടക്കം ഉണ്ടാവും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തവരെ ഇപ്പൊ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. സിബി സാറിന്റെയും കമൽ സാറിനും എല്ലാവർക്കും അവരവരുടേതായ ക്യാരക്ടർ ഉണ്ടല്ലോ. ആ ക്യാരക്ടർ വ്യക്തമായിട്ട് സെറ്റിൽ റിഫ്ലക്ട് ചെയ്യും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര അടിപൊളി ആഷ്ഫ്രഷ് ആയിട്ട് നടക്കുന്ന ഡയറക്ടർ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും സെറ്റ്. അങ്ങനെ സിനിമ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതും സിനിമ ഒരു എൻജോയ്മെന്റിന്റെ മൂഡിൽ തന്നെ സിനിമ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും സിനിമ നമ്മൾ ആ പ്രോസസ്സ് ആസ്വദിക്കണം. ആ പ്രോസസ്സ് അതിനപ്പുറത്തേക്ക് ആസ്വാദനം സെറ്റിൽ പോകാൻ പാടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു രീതിയിലുള്ള ആസ്വാദനം സിനിമ ആയിരിക്കണം നമ്മുടെ ലഹരി. ആ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും ആ സിനിമ എന്നുള്ള ലഹരിക്ക് വേണ്ടി വർക്ക് ചെയ്യാം. അതിനുള്ളിൽ വേറെ ലഹരികൾ കാരണം ഇതുണ്ടെങ്കിലേ നമുക്ക് ബാക്കി എല്ലാം ഉള്ളേ. ഈ 60 ദിവസം ഭംഗിയായിട്ട് ഷൂട്ടിങ് കൊണ്ടുപോകണം, ആ സിനിമ നന്നായിട്ട് വരണം. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഈ ജയസൂര്യ ഡബിങ് വിട്ടൊരു സമയത്താണ് ജിസോയ് ഡബിങ്ങിലേക്ക് വരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് തുടക്കകാലത്തുള്ളത്? ജയൻ എറണാകുളത്തുള്ള ആദ്യത്തെ ഒരു 3-4 ഡബിങ് ആർട്ടിസ്റ്റുകളിൽ ഒന്നാണ് ജയൻ. എനിക്കോ 3-4 5-8 പേരുണ്ടാവും. 5-8 പേരിൽ ഒരാള് ജയസൂര്യയാണ്. അപ്പൊ ഞാൻ ജയസൂര്യ സന്തത സഹചാരികളായതുകൊണ്ട് ഞങ്ങളെ സയാമീസ് ഇരട്ടകൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്ക് കാണൂല. അങ്ങനെ ഇവന്റെ കൂടെ മറ്റേ ഡബിങ്ങിന് പോകുമ്പോ കൂടെ ഞാനും പോകും. ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ ഡബിങ് ഒക്കെ ഉണ്ടാവും. അപ്പോ അതിന്റെ കൂടെ ഞാനും പോകും. ചിലതിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോ ഒരു ഡയറക്ടർ പറയും ചിലപ്പോ എടാ പാടാ പോടാന്നൊക്കെ പറഞ്ഞ ചെറിയ ഡയലോഗ്സ് ഉണ്ടാവില്ലേ, അത് ഈ കൂട്ടുകാരൻ പറഞ്ഞോളാൻ പറയും. ഞാൻ കൂട്ടുകാരാണല്ലോ, സിനിമയിലായാലും ജീവിതത്തിലായാലും ഈ കൂട്ടുകാരന്മാര് കോമഡിയാണല്ലോ. അങ്ങനെയാണ് ആദ്യമായിട്ടൊക്കെ ഈ ഇങ്ങനെ അവസരം കിട്ടിയിട്ടുള്ളത് ഡബ് ചെയ്യാനായിട്ട്.
അപ്പൊ അങ്ങനെ ഏതോ ഒരു കഷ്ടകാല സമയത്ത് ഇവൻ എന്നെ കൊണ്ടുപോയി ഇവിടെ മരടില് ഇപ്പോഴത്തെ ഫോറം മോൾ ഇരിക്കുന്ന സ്ഥലത്തുള്ള ഒരു അതിന്റെ ഓപ്പോസിറ്റ് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡബിങ് ജയന്റെ ക്യാരക്ടർ അവൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഈ ഡയറക്ടർ പറഞ്ഞു ഒരു ചെറിയ ശബ്ദം കൊടുക്കാൻ പറ്റുമോ, എത്ര വലിയ ശബ്ദം കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇദ്ദേഹം എന്ത് പറഞ്ഞു, ശബ്ദം നല്ലതാണ്, ഡബ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അയ്യോ, അതെനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയ പ്രതീതിയായിരുന്നു. പിന്നെ ഞാൻ ജയന് മറ്റേ വിശ്രമം കൊടുത്തിട്ട് ആ സംവിധായകൻ അങ്ങനെ പറഞ്ഞല്ലേ എന്റെ ശബ്ദം നല്ലതായിരിക്കും, എന്നെയും കൂടെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് എന്നെ ഈ യന്ത്ര മീഡിയ എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ കൊണ്ടുപോയി ജയൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ജയൻ ഡബിങ്ങിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അഭിനയത്തിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്താണ്. അതൊരു നല്ല തുടക്കമായിരുന്നു, വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ലായിരുന്നു. വരുന്നതേ നമ്മള് ഒരു 5 or 6 സീരിയലുകളിൽ നായകൻ അല്ലെങ്കിൽ വില്ലൻ എന്നുള്ള അവസ്ഥയിലാണ് ഡബിങ് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ജിസ്റ്റു എന്ന പേഴ്സൺ ആ ലെവൽ എടുക്കുവാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് മാറ്റി നിർത്താം, ഒരുപാട് ആഗ്രഹിച്ച് ഓരോ സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഇപ്പൊ ഡബിങ്ങിലാണല്ലോ, ഇപ്പൊ ഡയറക്ഷനാണല്ലോ, എല്ലാ മേഖലയിലും. അപ്പം അതിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് താങ്കളെ കാണുമ്പോഴും താങ്കളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ചെറിഷ് ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് കാണുന്നത് ആ ഒരു വരവിനെയും ഇപ്പൊ നിൽക്കുന്ന ഒരു? അതായത് നമുക്ക് 2-3 രീതിയിൽ ജീവിക്കാൻ തോന്നുന്നുണ്ട്. അതായത് ഒരു രീതിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ പാസ്റ്റ് മറന്നു കളഞ്ഞിട്ട് ജീവിക്കാം. നമ്മളെ ടോട്ടലി ഇപ്പൊ നമ്മൾ എന്താ പറയാ സിനിമാ സംവിധായകൻ എന്ന് പറയണം, അത് വലിയ സങ്കല്പമായി നമ്മൾ തന്നെ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് അങ്ങനെ ജീവിക്കാം. മറ്റേത് നമ്മൾ എന്തായിരുന്നോ ഇതൊരു ജോലി മാത്രമായി കണ്ടുകൊണ്ട് ജീവിക്കും. ഞാൻ ഈ 2ാമത്തെ രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടണം. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്റെ കടന്നു വന്ന വഴികളൊക്കെ എനിക്ക് എന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരുന്നു, എന്നെ സഹായിച്ചവരാ. അതുകൊണ്ട് തന്നെ അതിന്റെ റിഫ്ലക്ഷൻ എന്റെ സിനിമയിൽ കാണുന്നത്. എനിക്ക് എന്നെ സഹായിച്ചവരെയും ഞാൻ നല്ലതായിട്ട് കണ്ട ആൾക്കാരെ കുറിച്ച് എന്നെ പറഞ്ഞ് മതിയായിട്ടില്ല. മനസ്സിലായി? തീർച്ചയായിട്ടും അതിനും കൂടെ കാര്യങ്ങളൊക്കെ വേണ്ടതായി. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് എനിക്ക് എന്റെ ഡബിങ്ങുകൾ പൊതുവെ രാത്രികളിലായിരിക്കും. കാരണം നമ്മൾ 8 മണിക്ക് വിളിച്ച് സ്റ്റുഡിയോയിലിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ ഡബിങ്ങിന് കയറുന്നത്. കാരണം എന്ന് വെച്ചാൽ ആകെപ്പാട് 2 സ്റ്റുഡിയോ ഉണ്ടാവും. ഇപ്പൊ നരേന്ദ്രപ്രസാദ് സാർ വരും, നെടുമുടി ചേട്ടൻ വരും, അല്ലെങ്കിൽ ക്യാപ്റ്റൻ രാജ് സാർ വരും, സുധീഷ് വരും. അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ മാറിക്കൊടുക്കണം. ഇങ്ങനെ മാറിക്കൊടുത്ത് നമ്മുടെ കഥാപാത്രം തീരുമ്പോൾ ഏതാണ്ട് രാത്രി 12 ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്യാൻ കൊടുത്തു വിടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ രാത്രി 12 കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. അപ്പൊ അന്നൊന്നും ഞാൻ പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഉള്ള അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ സ്കൂട്ടർ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്റെ അമ്മാവന്റെ എല്ലാ സ്കൂട്ടർ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ അമ്മാവ് ചോദിച്ചു, നീ ഇപ്പൊ ജോലി എങ്ങനെ വീട്ടിൽ വരും? അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഞാൻ നടക്കുമോ? ചില സൈക്കിൾ എടുക്കും, ബസ്സില്ലല്ലോ എന്തായാലും, കാരണം രാത്രി 12 ഇല്ല. അപ്പൊ അമ്മാവൻ പറഞ്ഞു, എന്നൊരു കാര്യം, നീ തിരിച്ചു പോകുമ്പോ അമ്മാവന്റെ വീട് തൃശ്ശൂരാണോ, നീ തിരിച്ചു പോകുമ്പോ ഈ സ്കൂട്ടർ ഓടിച്ചോണ്ട് പോയിക്കോളാം. അപ്പൊ എനിക്ക് അമ്മാവൻ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ ഓടിച്ചു പോയി. അപ്പൊ എനിക്കറിയാം അമ്മാവന്റെ വീട്ടിൽ നിന്ന് അമ്മാവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ സ്റ്റുഡിയോയിൽ പോണതിന്റെ 3 ഇരട്ടി ദൂരമുണ്ട്. ആ അമ്മാവന്റെ അനന്തരവനാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ ഇതുപോലെ എന്റെ ജീവിതത്തില് ഇതുപോലെ ഒരുപാട് പ്രകാശം തന്നിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്റെ സിനിമകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എത്ര നന്മപരം വിളിച്ചാലോ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ സിനിമ കൊണ്ട് ഒരുത്തൻ കൊലപാതകയായിരുന്നോ കള്ളനായിരുന്നോ അല്ലോ അല്ലേ? അതുകൊണ്ട് എങ്ങനെ അല്ല, ഡാർക്ക് എന്ന് പറയുമ്പോഴേ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു ഹ്യൂമൻ സ്റ്റോറി ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. 2 മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്ന് അവരെങ്ങനെ പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നു. തലവലിൽ ആത്യന്തികമായി പറഞ്ഞിരിക്കുന്ന സംഗതി അതാണല്ലോ. അതായത് നിങ്ങൾ ഇനി എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും നിങ്ങളൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് ആ സിനിമ മൊത്തം കേട്ടതിൽ നിന്ന് എനിക്കുണ്ടായ കിക്ക് അതാണ്. ഓക്കെ, ഇതിനെ കുറിച്ചാണ് ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് തന്നെ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാനതിനങ്ങനെ കണ്ടിരിക്കുന്നത്. അതെന്തറിയോ, അങ്ങനെ കണ്ടില്ലെങ്കിലേ നമുക്ക് അതിന്റെ സോള് പിടികിട്ടില്ല. സംവിധായകന് തന്നെ ഒരു സിനിമയുടെ സോള് പിടികിട്ടിട്ടില്ലെങ്കിൽ നമ്മളിവരെ എന്താ കൊടുക്കുക ആൾക്കാർക്ക്? നമ്മൾ എത്ര മസിൽ കെട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സോൾ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സോൾ ഇതാ, ഈ ഹ്യൂമൻ സ്റ്റോറിയാണ്. അയാൾക്കൊരു കുടുംബമുണ്ട്, അയാൾക്കൊരു വീടുണ്ട്, വീട്ടുകാരുണ്ട്. അയാൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം അയാളുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ, ഞാനാണെങ്കിൽ എന്ത് ചെയ്യും?
ഇതാണ് രണ്ടുപേരോ സിനിമ ചെയ്തിട്ടുള്ളൂ. ആ സോളിന്റെ പുറത്ത് ഒരു പക്ഷേ ഈ സിനിമ നന്നായി എന്ന് ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതിനകത്ത് മറ്റ് കെട്ടിലും മറ്റിലും കളർ ഗ്രേഡിങ്ങോ ക്യാമറ വർക്കോ മ്യൂസിക്കോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനകത്തുള്ള അവരെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു സോൾ ഉണ്ടാവും. ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫീൽ ഗുഡ് സിനിമകളൊക്കെ ചെയ്ത് നന്മമരം എന്നുള്ള ഒരു ടാഗ് ലൈൻ വന്നത്. ഇപ്പൊ നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടിട്ടുണ്ട്, ദൃശ്യം സിനിമ ഇപ്പൊ ചേട്ടൻ ചെയ്തിരുന്നെങ്കിൽ എല്ലാരും കോംപ്രമൈസ് ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതെ, സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഈ തലവൻ എന്ന സിനിമയുടെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം ശരിക്കും തുടക്കത്തില് എപ്പോഴെങ്കിലും മനസ്സിൽ വിചാരിച്ചു ഇതൊരു ഫീൽ ഗുഡിലോട്ട്, അത്രയും വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലാതെ ഒരു ഫീൽ ഗുഡിൽ ചെന്ന് എന്റെ ജയിച്ചാലോ എന്നൊക്കെ തോന്നിയിരുന്നോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ അത് വന്ന അബദ്ധമായിരിക്കും അങ്ങനെ ചെയ്താലേ. കാരണം അത് നമ്മൾ എന്ത് ജോണറിലാണോ കഥ പറയുന്നത്, അതിപ്പോ ഈ സിനിമ എന്നല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം അതാണ്. എന്ത് ജോണറിലാണോ പടം പറയുന്നത് 100% ആ ജോണറിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ കൾപ്പറേറ്റഡ് ആക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയില്ല, മറ്റേ അവിടുന്ന് പുറപ്പെടുകയും ചെയ്ത് ഇങ്ങോട്ട് എത്തിയില്ല എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് ഷുവർ ആയിരുന്നു അങ്ങനെ ഒരു ആൾക്കാരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഡിങ് ഈ പടത്തിനുണ്ടാവില്ല. മനസ്സിലായി, അത് ബോധപൂർവ്വമുള്ള ഒരു ഇത് തന്നെയായിരുന്നു. പിന്നെ കുറെയൊക്കെ നമ്മൾ തന്നെ ഇതിനു മുമ്പത്തെ പടങ്ങളിൽ പറ്റിയിട്ടുള്ള നല്ലതും ചീത്തയും, നല്ലതിൽ നിന്നും മിസ്റ്റേക്കിൽ നിന്നും ഒക്കെ പഠിക്കണമല്ലോ. ജിസ്റ്റു എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേജ് പെർഫോമറായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഡബിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഡിറക്ഷനിൽ തന്നെ സിനിമകളും ഡയറക്ട് ചെയ്തിട്ടുണ്ട്, ആക്ച്വലിയും ഡയറക്ടറുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ, മൂവി ഡയറക്ടർ എന്നുള്ള രീതിയിലും അതേപോലെ ഡബിങ് ആർട്ടിസ്റ്റ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജ് പെർഫോമർ ആയിട്ടുള്ള ഒരു തുടക്കകാലമുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്. അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും സിനിമ സംവിധാനം ചെയ്യുന്നതും ആഡ് സംവിധാനം ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസം. കാരണം 2 മണിക്കൂർ സിനിമയും ഒരു 20 സെക്കൻഡ് ആഡും തരുമ്പോൾ ഇത് ലാലേട്ടൻ വെച്ചിട്ട് ഒരു ദിവസം 10 ആഡൊക്കെ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടുത്തെ മലയാളത്തിൽ ഓൾമോസ്റ്റ് മിക്ക ബ്രാൻഡുകളുടെയും ആഡ് ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായിരിക്കും ഒരു തോട്ട് പ്രോസസ്സ്? ഇപ്പം ബ്രാൻഡിനെ കൺവിൻസ് ചെയ്യണം, എന്നാൽ ഇത് വളരെ ചെറിയ രീതിയിൽ പ്രേക്ഷകർക്കും കൊടുക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു പരിപാടി ക്രാക്ക് ചെയ്യുന്നത്? അല്ല, സിനിമയുടെ പ്രോസസ്സും ആഡ് ഫിലിമും രണ്ട് പരിപാടിയാണ്. അതിനകത്ത് ഞാൻ പറയും, വേൾഡിലുള്ള ഏത് ഫിലിം സ്കൂളിൽ പോയി പഠിച്ചാലും, സംവിധാനം പഠിച്ചാലും, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി പഠിച്ചാലും, ഒരു ഷോട്ടിന്റെ ഡ്യൂറേഷൻ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു ഷോട്ടിന്റെ ഡ്യൂറേഷൻ ആ സംവിധായകന്റെ മനസ്സിലാണ്, അത് പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. എന്ന് പറയുന്ന പോലെ ഈ ആഡ് ഫിലിമും സിനിമയും സംസാരിക്കുമ്പോൾ ഈ ഡ്യൂറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റേത് ഇതിപ്പം ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് 2004 60 സെക്കൻഡിൽ കഥ പറയുന്ന സ്കീമായിരുന്നു. നമ്മളൊരു ക്ലയന്റിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കഥ പറയൂ എന്നാണ് പറയുന്നത്. കഥ പറയും, എന്ത് കഥ വെച്ചിട്ടാണ് എൻ്റെ ഉൽപ്പന്നത്തെ വിൽക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പം അത് മാറി, 20 സെക്കൻഡേ ഉള്ളൂ, കുറഞ്ഞുകൊണ്ടിരിക്കുക. 10 സെക്കൻഡും 5 സെക്കൻഡും വരെ. ഇപ്പൊ നമ്മൾ IPL-ലും വേൾഡ് കപ്പിലും വരുന്ന പരസ്യങ്ങളൊക്കെ അറിയാൻ പറ്റും. 10 സെക്കൻഡേ ഉള്ളൂ. 10 സെക്കൻഡിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുന്നു. അത്രയും ടഫ് പരിപാടിയാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എല്ലാത്തിലും കോൺസെപ്റ്റ് തന്നെയാണ് കിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് എന്തോ ഒരു സംഗതി നമുക്ക് വരാനുണ്ട്. അതായത് സിനിമ നമ്മൾ മറക്കണം ആഡ് ഫിലിം എടുക്കാൻ വേണ്ടി പോകുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ. അത് രണ്ടും കൂടെ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് എന്തോ ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 ജോലിയും ചെയ്യുന്ന ഒരുപാട് പേരില്ലല്ലോ. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ നിന്ന് തന്നെ എടുത്താൽ ഒരു 6 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. രണ്ടും കൂടെ ഒരുപോലെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അല്ലേ? 3-4-5 പേരൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേറെ ടോട്ടലി രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ഈ 2 സെഗ്മെന്റിലും എന്താ പറയാ, ഒരു ഹിറ്റ് കൊടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ ബ്ലെസ്സിങ് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചത്. നമ്മുടെ പിടിയിലല്ലാത്തൊരു കാര്യമാണ്, ഒരു ബ്ലെസ്സിങ് ആണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ സ്റ്റേജ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഞാനും ജയസൂര്യയും കൂടെ ഒരുമിച്ചായിരുന്നു. ആ സ്റ്റേജിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഭയങ്കരമായ ധൈര്യം കിട്ടും. ആ ധൈര്യം നമുക്ക് ഇന്നൊരു സെറ്റിൽ ഒരു സംവിധായകനായിട്ട് നിൽക്കുമ്പോൾ എത്ര പേരെ കൺട്രോൾ ചെയ്യുമ്പോഴും നമുക്ക് ആ ധൈര്യമുണ്ട്. അത് സ്റ്റേജിൽ നിന്ന് കിട്ടിയ ധൈര്യം. കാരണം നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള യാത്രകളും, ആദ്യത്തെ യാത്രകൾ അങ്ങനെയായിരുന്നു. നമ്മൾ ഈ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് 19 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ട്രാവലായി പറയുന്നത്. അപ്പൊ നമ്മൾ പറയില്ല, ഇപ്പോഴും ഒരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ പഠിക്കണം എന്ന് പറയും. ഏറ്റവും ചെറിയ പ്രായത്തിൽ പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ മാറും. നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ റിഫ്ലെക്സ് മാറും. അതുകൊണ്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ
18 വയസ്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്ന പോലെ ആ ചെറിയ പ്രായത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില കരുത്തോ കാര്യങ്ങളോ കോൺഫിഡൻസോ ഒക്കെ ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ജീവിത അവസാനം വരെ നമ്മളൊക്കെ നമുക്ക് അത് ഈ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് വന്ന ഏതൊരു ആർട്ടിസ്റ്റിനോടും സംസാരിച്ചു. ഇപ്പൊ മുകേഷ് ഏട്ടൻ എന്നെ പലപ്പോഴും ഞെട്ടിച്ചിട്ടുള്ള ഒരാൾ, എൻ്റെ ഒരു പടത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത്. പക്ഷെ ഈ സിനിമ ഇറങ്ങി ഇപ്പൊ ഒരു 4 ദിവസം മുമ്പ് മുകേഷ് ഏട്ടൻ വിളിച്ചിട്ട് എടേ വീട്ടിലേക്ക് വേണേ, കൊച്ചിയിലുണ്ടോടെ വീട്ടിലേക്ക് വേണേ. അപ്പൊ നേരെ ചെന്ന് അദ്ദേഹത്തിന്റെ മകനും പിന്നെ പെങ്ങളുടെ മകനും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടെ ഏതാണ്ട് 2 മണിക്കൂർ സംസാരിച്ചു. ഈ മുകേഷ് ഏട്ടൻ്റെ അടുത്ത് പോയാൽ ഇങ്ങനെ നമ്മൾ കേട്ടോണ്ടിരിക്കും. പഴയ കഥകള്, പണ്ടത്തെ കഥകൾ, അതിങ്ങനെ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർത്ത് നമ്മുടെ മുൻപിൽ ഇപ്പൊ അതിങ്ങനെ വിളമ്പി നമുക്ക് വിഷ്വല് കാണാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ള അത് സ്റ്റേജിന്റെ ഏറ്റവും വലിയ ഇതാണ്. ഇപ്പൊ മോഹൻലാൽ സാറും പിന്നെ മുകേഷ് ഏട്ടനും കൂടെ ഒരുമിച്ച് അഭിനയിച്ച ഛായാമുഖി എന്ന് പറയുന്ന നാടകമുണ്ട്. അത് കണ്ടിട്ടില്ലതായി അവർ പെർഫോം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ നമ്മള് മുകേഷ് ഏട്ടന്റെ ഗംഭീര സാധ്യമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു നാടകമാണത്. അപ്പൊ അതാണ് സ്റ്റേജിന്റെ ഒരു ഗുണം അതാന്ന് പറയുന്നത്. മുന്നോട്ടുള്ള ഇപ്പൊ സംവിധാനത്തിൽ എല്ലാത്തിനും കിട്ടിയ ഒരു ധൈര്യം എന്ന് പറയുന്നത് സ്റ്റേജിൽ നിന്നുള്ള എല്ലാവർക്കും ഉണ്ടെന്നാണ് ആ ധൈര്യം. സ്റ്റേജിൽ വരുന്നവർക്കൊക്കെ ആ ധൈര്യം ഉണ്ടാവും. പ്രേക്ഷകരെ നേരിട്ട് നമ്മൾ സംവദിക്കല്ലേ, അതായത് നന്നായി ചീത്തയായി ഉത്തരം പറഞ്ഞേ പറ്റൂ ഇവിടെ സ്റ്റേജിൽ വെച്ച് എന്നുള്ള അവസ്ഥയിലാണ് ഓരോ സ്റ്റേജ് പെർഫോമർ നിൽക്കുന്നത്. അപ്പൊ അതൊരു വലിയ ധൈര്യം തന്നെയാണ്.